ദൈവത്തിന് സ്തുതി. ഇന്ന് ജനന പെരുന്നാൾ. ഈ സന്തോഷ സുദിനത്തിൽ ഏവർക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ക്രിസ്മസ് ആശംസകൾ. ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം ക്രിസ്മസ് ക്രിസ്തുവിന് ഇടമായി തീരുക എന്നതാണ്. ബി ദ സ്പേസ് ഫോർ ക്രൈസ്റ്റ്. അതിനാധാരമായ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനം. അതിന്റെ 6ഉം 7ഉം വാക്യം ഇപ്രകാരമാണ്: അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴി അമ്പലത്തിൽ അവർക്ക് സ്ഥലം ഇല്ലായ്കയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. ദൈവം ഭൗതിക ലോകത്തിൽ നേരിട്ട് ഇടപെട്ട നിമിഷങ്ങളിലൊന്നാണ് ക്രിസ്തുവിന്റെ ജനനം. സ്വർഗീയ മഹിമ വെടിഞ്ഞ് താഴ്മയിലേക്ക് ഇറങ്ങി വന്ന നിമിഷം. ദൈവസ്നേഹത്തിന്റെ ആഴമായ പ്രകടനമാണിത്. മനുഷ്യ ചരിത്രത്തിൽ അനേക മഹാന്മാർ ജന്മമെടുത്തു. എന്നാൽ ലോകത്തെ സ്നേഹം കൊണ്ട് മാറ്റിമറിച്ച ഒരു ജനനമാണ് ദൈവപുത്രനായ ക്രിസ്തുവിന്റെ ജനനം. ബേത്ലഹേമിലെ വഴിയമ്പലത്തിൽ പോലും അവനെ കിടത്തുവാൻ ആവശ്യമായ സ്ഥലം ഇല്ലാതെയിരുന്നപ്പോൾ ക്രിസ്തുവിന് ഇടം ലഭിച്ചത് കാലിത്തൊഴുത്തിലാണ്. കേവലമായ ഈ പുൽക്കൂടിന് അത്ഭുതകരമായ മാറ്റത്തിന് ഇടയാക്കി തീർത്തത് ഉണ്ണിയേശുവിന്റെ സാന്നിധ്യമാണ്. ക്രിസ്തുവിന് കാലിത്തൊഴുത്ത് ഇടമായി തീർന്നപ്പോൾ അവിടെ വന്ന 2 മാറ്റങ്ങൾ. ഒന്നാമതായി, ക്രിസ്തുവിനെ സ്വീകരിച്ച പുൽക്കൂട്ട് പ്രകാശിതമായി മാറുന്നു. വാനിലെ ദിവ്യ തേജസ് വിദ്വാൻമാർക്ക് വഴികാട്ടിയായി. രാവുകളെ പകലുകളാക്കുന്ന പുൽക്കൂട്ടിലെ ശിശുവിന്റെ പുഞ്ചിരിയിൽ സമസ്ത ലോകവും പ്രകാശിതമായി. അങ്ങനെ തിരുപ്പിറവി ദൈവസ്നേഹത്തിന്റെ അത്ഭുത വെളിച്ചമായി ലോകത്തെ പരിപോഷിപ്പിച്ചു. ക്രിസ്തു ഉള്ള ഇടം എന്നും പ്രകാശിതമാണ്. രണ്ടാമതായി, ക്രിസ്തുവിനെ സ്വീകരിച്ച പുൽക്കൂട് ഏവരെയും ഉൾക്കൊള്ളുന്ന ഇടമായി. വെളിയിൽ ആടുകൾക്ക് കാവലായിരുന്ന ആട്ടിടയന്മാർക്കും വിദ്വാൻമാർക്കും ഒരുപോലെ കടന്നുവരുവാൻ സാധിച്ച ഇടം. അവിടെ കരുതലിനും സ്നേഹത്തിനും പരിപാലനത്തിനുമുള്ള ഇടമായി മാറുന്നു. ഈ തിരുപ്പിറവി അനുഭവവേദ്യമാകുന്നത് ക്രിസ്തുവിന് ഇടം നൽകുമ്പോഴാണ്. എന്നാൽ ഇന്ന് പലരും ക്രിസ്മസ് ആഘോഷമാക്കുകയാണ്. പക്ഷേ യഥാർത്ഥ ക്രിസ്മസ് ക്രിസ്തുവിന്റെ ജനനം ഓർക്കുക മാത്രമല്ല, അവന് നമ്മുടെ ഹൃദയത്തിൽ ഇടം നൽകുവാനുള്ള അവസരമാണ്. ഇത് ഒരു ആഘോഷമല്ല, ആത്മീയ പിറവിയാണ്. താഴ്മയിൽ ജനിച്ച ഉയർന്ന മഹത്വം. ഈ ആത്മീയ മഹത്വത്തിന് ഇടം നൽകുവാൻ നമ്മുടെ ഹൃദയം ഒരുക്കമുള്ളതായിരിക്കണം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 23-ാം വാക്യത്തിൽ യേശു കർത്താവ് നമ്മോട് പറയുന്നു: എന്നെ സ്നേഹിക്കുന്നവരോട് കൂടെ ഞാൻ വാസം ചെയ്യും. ക്രിസ്തുവിന് നമ്മിൽ ഇടം കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതം ഏവരെയും ഉൾക്കൊള്ളുന്ന ജ്യോതിസുകളായി മാറും. നമുക്ക് പ്രാർത്ഥിക്കാം. അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് ഞങ്ങളെ നടത്തിയ കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങേക്ക് ഇടം നൽകി അങ്ങ് നൽകിയ രക്ഷയെ ഘോഷിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.